ക്യാപ്റ്റൻസി ടാസ്കിനിടയ്ക്ക് വലിയൊരു അടി നടക്കുന്നുണ്ട്. അതായത് ആര്യൻ, അനുമോൾ, സാബുമാൻ എന്നിവരല്ലേ ക്യാപ്റ്റൻസിക്ക് വേണ്ടിയിട്ട് മത്സരിക്കുന്നത്. അവർക്ക് 3 പേർക്ക് കൂടി ഒരു കയർ കൊടുത്തിട്ടുണ്ട്. ആ കയറിൽ നിന്ന് കൈ എടുക്കാനും പാടില്ല, 2 കൈ ചേർത്ത് പിടിക്കാനും പാടില്ല, എവിടെ പോകുന്നെങ്കിലും കയറി പിടിച്ചുകൊണ്ടേ പോവാവൂ എന്നൊക്കെയല്ലേ ടാസ്ക്. ആ ടാസ്കിനിടയ്ക്ക് നെവിൻ മനഃപൂർവ്വം ഇടപെടുന്നുണ്ട്. കാരണം നെവിനെ അനുമോളും സാബുമാനും നോമിനേറ്റ് ചെയ്തു എന്നുള്ളൊരു ഡൗട്ട് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കുന്നത്. ക്യാപ്റ്റൻസിയിൽ മത്സരിക്കുന്നവർക്കും നോമിനേറ്റ് ചെയ്യാനും നോമിനേറ്റ് ചെയ്യപ്പെടാനും പറ്റുന്നുണ്ടായിരുന്നു. കാരണം ക്യാപ്റ്റൻ ആരാകുന്നു ആ വ്യക്തിയെ നോമിനേഷനിൽ നിന്ന് മുക്തമാക്കും. അതുകൊണ്ട് തന്നെ നോമിനേറ്റ് ചെയ്ത അനുമോളും സാബുമാനും വിജയിക്കരുത് എന്ന രൂപത്തിൽ വെസൽ ക്ലീനിങ്ങിലുള്ള നെവിൻ പാത്രം കഴുകാനെന്ന രൂപത്തിൽ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അനുമോളും സാബുമാനും ആര്യനും ഫുഡ് കഴിച്ചതിന് ശേഷം പാത്രം കഴുകാനായിട്ട് വരുന്ന സമയത്ത് മനഃപൂർവ്വം നെവിൻ ഇടയ്ക്ക് കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ നെവിൻ്റെ ദേഹത്ത് കയറ് ചുറ്റിച്ചതിന് ശേഷം 3 പേരും കൂടെ അങ്ങ് വീഴുന്നുണ്ട്. ആര്യന് നന്നായിട്ട് കയറ് പിടിക്കാൻ പറ്റും, പക്ഷേ സാബുമാനും അനുമോൾക്കും കയറ് നന്നായിട്ട് പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അനീഷ് പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ പ്രകാരം അവരൊരു വിധത്തിൽ പിടിച്ച് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. നെവിൻ നിലത്ത് കിടക്കുന്നു, അനുമോളും സാബുമാനും ആര്യനും ആ കയറി പിടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നെവിൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറേണ്ട ആവശ്യമില്ലായിരുന്നു. അവർ തങ്ങളുള്ള ടാസ്ക് അവർ തന്നെ തീർക്കട്ടായിരുന്നു. നോമിനേഷന് പേടിയില്ല, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു, എപ്പോൾ വേണമെങ്കിലും പുറത്തായ എനിക്ക് യാതൊരു വിഷമവും ഇല്ലെന്ന് എപ്പോഴും നെവിൻ പറയാറുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ വെറുതെയാണെന്ന് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ അക്ബർ ആണെങ്കിൽ നെവിന് തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് തലാണ വരെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. ചെറിയൊരു ഗ്രൂപ്പിസാണ് ആര്യൻ വിജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആര് ക്യാപ്റ്റൻസിയിലേക്ക് വിജയിക്കുമെന്ന് കാത്തിരിക്കാം.